യെസ് മക്കളെ, വെൽക്കം ബാക്ക് ടു ന്യൂ ടെൻസിന്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരു വലിയ ഹായ് തരട്ടെ. മിസ്സിന് വേഗം 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 ഒരു ഹായ് തന്നെ. ഉഷാറായ എല്ലാവരും വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് റെഡ് ഹാർട്ട് ഒക്കെ ഇട്ട് വേഗം ഒന്ന് ഓൺ ആക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ആണ്. പീപ്പിൾ ബൈ ദ പീപ്പിൾ, ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ള പാഠഭാഗമാണ് അല്ലേ. അടിപൊളി ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നമ്മൾ ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്താണെന്ന് പഠിക്കും, ടൈപ്സ് ഓഫ് ഡെമോക്രസി പഠിക്കും. അത് കഴിഞ്ഞ് ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ് അല്ലേ, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിക്കുന്നത്, എലക്ഷൻ. എലക്ഷന്റെ ഡിഫറെന്റ് സ്റ്റേജസും ഘട്ടങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങ് ക്ലീൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ റെഡിയാണോ എല്ലാവരും പഠിക്കാനായിട്ട്? യെസ്, റെഡി ആണെങ്കിൽ ഓടിപ്പോയി നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നമ്മുടെ ന്യൂട്ടൺ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ കൂടി എടുത്തു വെച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചോ? സെറ്റാണോ? ഓക്കെ, യെസ്, പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡെമോക്രസി അഥവാ ജനാധിപത്യത്തെ കുറിച്ചാണ്. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ഇൻ സെർച്ച് ഓഫ് ജനാധിപത്യം അഥവാ ഡെമോക്രസിയുടെ വേരുകൾ തേടി എന്നല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങൾ, ചെറിയൊരു ചരിത്രമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഡെമോക്രസി അല്ലെ, ഡെമോക്രസിയുടെ 2 തരങ്ങൾ, എലക്ഷൻ, അതേപോലെ തന്നെ എലക്ഷന്റെ സ്റ്റെപ്സ്, ഘട്ടങ്ങൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു. നോക്കിക്കേ, ഇതാ ഈ പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് ഒരു സ്കൂൾ പാർലമെന്റ് ആണ് കാണിക്കുന്നത് അല്ലേ. ദ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ ദ ഡെവലപ്മെന്റ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി പാർലമെന്റ് പ്രൊവൈഡ് എ നോ വെൽ എക്സ്പീരിയൻസ്. കണ്ടോ, ഈ കാണുന്ന പിക്ചർ ഒന്ന് നോക്കി എല്ലാവരും. എന്താണ്, സ്കൂളിലൊരു പാർലമെന്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം മോസ്റ്റ്ലി ഒരുപാട് സ്കൂളുകളിൽ എലക്ഷൻ വഴിയാണ് നിങ്ങളുടെ ലീഡറിനെയും സ്കൂൾ ലീഡറിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് സ്കൂളിൽ പോയി വോട്ടൊക്കെ ചെയ്യുന്നവരായിരിക്കും. നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ, പ്രക്രിയയൊക്കെ അറിയാവുന്നവരാണ്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ക്ലാസ്സിൽ ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്താണ് അല്ലേ, നമ്മുടെ 2 സാറുമാരെ വെച്ച് നമ്മളൊരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്താണ്. എന്നിട്ട് നിങ്ങളോട് ഒരാളെ ചൂസ് ചെയ്യാനൊക്കെ പറഞ്ഞു. നിങ്ങളപ്പോൾ ചൂസ് ചെയ്തൊക്കെയാണ്. ഓക്കെ, വാട്ട് ഡിമാൻഡ്സ് റിഗാർഡിംഗ് ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഓഫ് ദ പഞ്ചായത്ത് ഡിഡ് ദ ചിൽഡ്രൻ റേസ് ഇൻ ദ പാർലമെന്റ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പഞ്ചായത്തിലെ വേണം അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിന് ഇന്നിന സാധനങ്ങൾ അല്ലെങ്കിൽ ഇന്നിന വികസന പ്രവർത്തനങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും 3 വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പറയും നിങ്ങൾ? കൺസ്ട്രക്ഷൻ ഓഫ് ഫുട് പാത്സ് അല്ലെ, നടപ്പാതകളുടെ നടപ്പാതകൾ പണിയുക. അതേപോലെ തന്നെ സ്ലാബ്സ് ടു കവർ ദ ഡ്രെയിൻസ് അല്ലെ, ഈ പറഞ്ഞ ഓടകൾ മൂടി നിർമ്മിക്കുക. അതേപോലെ തന്നെ കൺട്രോളിങ് സ്ട്രേ ഡോഗ്സ് അല്ലെ, നമ്മൾ കുറച്ച് പേരൊക്കെ അന്ന് മിസ്സിനോട് പറഞ്ഞു ഇപ്പൊ തെരുവനായ ശല്യമൊക്കെ ഒരുപാട് കൂടുന്നുണ്ട് മിസ്സേ, ഞങ്ങൾക്കൊക്കെ പേടിയാണെന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞു. അപ്പൊ എന്താണ്, സ്ട്രേ ഡോഗ്സിനെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ മേക്കിംഗ് പാർക്സ്, കുട്ടികൾക്ക് വിനോദത്തിനായിട്ട് അതേപോലെ തന്നെ എക്സസൈസിനും ജോഗിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, പാർക്കുകൾ സ്ഥാപിക്കുക. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കളയാനായിട്ട് ഗാർബേജ് അല്ലെ, മാലിന്യ നിർമ്മാർജ്ജനം വളരെ പ്രധാനപ്പെട്ടതാണ്, കൊണ്ടുവരാ. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് അല്ലെ, റോഡിൽ കാര്യങ്ങളൊക്കെ ഇരുട്ടത്തൊക്കെ നമുക്കറിയാം സേഫ് ആയിട്ട് നമുക്ക് സെക്യൂർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പഞ്ചായത്തിൽ അഥവാ വില്ലേജിൽ എന്തെല്ലാം ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആണോ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. നിങ്ങൾക്കായിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ദാറ്റ് നീഡ് ടു ബി ടേക്കൺ ഇൻ യുവർ സ്കൂൾസ്. നിങ്ങളുടെ വിദ്യാലയത്തിൽ ആവശ്യമായ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണുള്ളത്? എന്തൊക്കെയാണ് നിങ്ങൾ വിദ്യാലയത്തിൽ നോക്കുക? ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ എന്താണ് എല്ലാ കുട്ടികൾക്കും ക്ലാസ് ലീഡർ ആവാൻ താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുക. ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർ ആയിട്ടിരിക്കാനുള്ള ഒരു അവസരം എല്ലാവർക്കും കൊടുക്കുക. അതേപോലെ തന്നെ പ്രൊമോട്ടിംഗ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻസ് അല്ലെ, സർഗാത്മകതയും പുതുമയും പ്രോത്സാഹിപ്പിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ പുതിയ ക്രിയേറ്റിവിറ്റി കണ്ടുപിടുത്തങ്ങളെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഇങ്ങ് മുൻനിരയിലേക്ക് കൊണ്ടുവരാം. ഇപ്പം നമുക്കറിയാം മെജോറിറ്റി എല്ലാ സ്കൂളുകളും അങ്ങനെയാണ്. കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പദ്ധതികൾക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ദെൻ കരിയർ മുന്നോട്ടുള്ള ഓരോരോ അവസരങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ ഓരോരോ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ ഇതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെടാ, ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞു
നമുക്ക് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എവിടെ പോയിട്ടാണ് പറയാ? പഞ്ചായത്തിൽ ചെല്ലുമോ നമ്മൾ നേരിട്ട്? ഞങ്ങളുടെ സ്ട്രീറ്റിൽ ലൈറ്റ് ഇല്ല കേട്ടോ, ഇന്ന് തന്നെ ലൈറ്റ് പിടിപ്പിക്കണം, അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേരിട്ട് നമ്മൾ പഞ്ചായത്തിൽ പോയിട്ടാണോ പറയുന്നത്? അല്ല. എവിടെയാണ് ആവശ്യപ്പെടാ? ഗ്രാമസഭയിൽ അഥവാ വാർഡ് സഭയിലാണ് ആവശ്യപ്പെടാ അല്ലെ? എവിടെയാണ്? ഗ്രാമസഭയിലോ വാർഡ് സഭയിലോ പോയിട്ടാണ് നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം പറയാറുള്ളത് അല്ലേ? അവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെയോ കോർപ്പറേഷനിലെയോ എല്ലാ അംഗങ്ങളും വരും. അവരവർക്ക് വേണ്ട കാര്യങ്ങളും കുറവുകളും പോരായ്മകളും പറയാം. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് അവിടെ അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലേ? അവർ ഇങ്ങനെ നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി വളരെ നന്നായിരുന്നു കേട്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, then അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വാട്ട് യു മീൻ ബൈ ഡെമോക്രസി. എന്താണ് മക്കളെ ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്നുള്ളതല്ലേ? യെസ്, നമുക്കിപ്പോൾ ക്ലാസ്സിലായിരുന്നെങ്കിൽ നമുക്കൊരു ഇലക്ഷനൊക്കെ കണ്ടക്ട് ചെയ്ത് സെറ്റ് ആക്കായിരുന്നു. നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ ഇലക്ഷനൊക്കെ കണ്ടക്ട് ചെയ്ത് സെറ്റ് ആയിട്ടാണ് അത് പഠിച്ചെന്നുള്ളത് അല്ലേ? അപ്പോൾ ഡെമോക്രസി ഈസ് എ സിസ്റ്റം വെർ പീപ്പിൾ ഓർ ദെയർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് മേക്ക് ഡിസിഷൻസ് ഓൺ ദ ഗവൺമെന്റ്സ് അല്ലേ? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമ്മൾ MLA-മാർക്കും MP-മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വോട്ട് ചെയ്തിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരല്ലേ CM-നെയും അതേപോലെ മിനിസ്റ്റേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പോകുന്നുണ്ടോ അവരെയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട്? ഇല്ല, നമ്മൾ അവരൊന്നും തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നില്ല അല്ലേ? യെസ്, അപ്പൊ നമ്മൾ ജനങ്ങളോ അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട് എലക്ട് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ്സോ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ജനാധിപത്യ കാര്യങ്ങളിലൊക്കെ ഭരണപരമായ കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡെമോക്രസി. പിന്നെ ഡെമോക്രസി എവിടെയാണ് ഉത്ഭവിച്ചത്? ഏതൻസ് ആണ്. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ആയിട്ടുള്ള ഏതൻസിലാണ് ഡെമോക്രസി ഉണ്ടായത് എന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. നമ്മൾ ഡെമോക്രസിയെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് പോവാണ്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഡെമോക്രസി, അതായത് നേരിട്ടുള്ള ജനാധിപത്യം, അഥവാ ഇൻഡയറക്റ്റ് ഡെമോക്രസി അഥവാ പരോക്ഷ ജനാധിപത്യം. ഏറ്റവും സിമ്പിൾ ആണത് പഠിക്കാനായിട്ട്. ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും. ഡയറക്റ്റ് ഡെമോക്രസി ഈസ് എ സിസ്റ്റം വെർ പീപ്പിൾ ഡയറക്ട്ലി ടേക്ക് പാർട്ട് ഇൻ ദ ഗവൺമെന്റ്സ്. ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരിട്ട് ഭരണകാര്യങ്ങളിൽ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ ജനങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡയറക്റ്റ് ഡെമോക്രസി എന്ന് വിളിക്കുക അല്ലെ? ജനങ്ങൾ നേരിട്ട് ഈ ഭരണകാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ജനസംഖ്യ ഉള്ളിടത്തൊന്നും ഇത് എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല അല്ലെ? ഒരുപാട് ജനസംഖ്യ ഉള്ളിടത്തൊന്നും ഇത് വർക്ക് ചെയ്യില്ല. കുറഞ്ഞ ജനസംഖ്യയുള്ള പരിമിതമായ ഭൂവിസ്തൃതിയുള്ള പ്രദേശങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഈ പറഞ്ഞ ഡയറക്റ്റ് ഡെമോക്രസി വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ്? ജനസംഖ്യ എന്ന് പറയുന്നത് ഒരുപാടാണ് അല്ലെ? വലിയ ജനസംഖ്യയാണ്, ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ഡെമോക്രസി വർക്ക് ചെയ്യോ? ഇല്ല. ഓരോരുത്തരും അവരവരുടെ ഭരണകാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആവുന്ന കാര്യമാണ്, നടപ്പാവുന്ന കാര്യമല്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ വരുന്നതാണ് നമ്മുടെ ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഇവിടെ എങ്ങനെയാണ്? നമ്മൾ വോട്ട് ചെയ്ത് എലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ട തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പരോക്ഷ ജനാധിപത്യമാണ്. ഏതാണ്? പരോക്ഷ ജനാധിപത്യമാണ്. അപ്പൊ ജനാധിപത്യത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, ഡയറക്റ്റും ഇൻഡയറക്റ്റും. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റും, ജനങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെ നമ്മുടെ പ്രതിനിധികളിലൂടെയാണ് ഭരണകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതെങ്കിൽ അത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് കേട്ടോ. ഓക്കെ ആണോ? യെസ്, ഞാനിവിടെ ഒരു ഗ്രാമസഭ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രാമസഭയോ വാർഡ് സഭയോ നോക്കിയേ. ഗ്രാമത്തിലെ വലിയ എന്താ പറയുക, ടോപ്പ് അങ്ങനെയല്ലേ നമ്മൾ പറയാ, പ്രധാനപ്പെട്ടവരൊക്കെ ഇവിടെ വന്ന് കൂടി ഇരിപ്പുണ്ട്. നമ്മുടെ ഗ്രാമത്തിലുള്ള ബാക്കി കർഷകരും ആളുകളും എല്ലാവരും ഇവിടെ വന്ന് ഇങ്ങനെ കൂടിയിരിപ്പുണ്ട് അല്ലേ? ഇനിയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഞങ്ങളുടെ ഗ്രാമത്തിൽ അവർക്കായിട്ട് വേണ്ട ഓരോ ആവശ്യങ്ങൾ അവർ ആവശ്യപ്പെടും. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഗ്രാമസഭ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ഗ്രാമസഭ ഇൻക്ലൂഡ്സ് ഓൾ വില്ലേജ് വോട്ടേഴ്സ്. ഗ്രാമസഭയിൽ ആര് ഇൻക്ലൂഡഡ് ആയിരിക്കൂടാ? ആ ഗ്രാമത്തിലെ എല്ലാ വില്ലേജ് വോട്ടേഴ്സും അല്ലെ? എല്ലാ വോട്ടർമാരും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാമസഭയിൽ വരുന്നുണ്ട്. അവർക്ക് ലോക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, സർവീസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, ലാൻഡ് ഡിസ്പ്യൂട്ട്സ് ഇതെല്ലാം അവരവിടെ ചർച്ചയും ചെയ്യുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്?
നോക്കാം, ഗ്രാമവികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതുസേവനങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, ഭൂമി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് എല്ലാവരും അവിടെ ചർച്ച ചെയ്യും. ഞങ്ങളുടെ കൃഷിക്കായിട്ട് ഇത്രത്തോളം വളം ആവശ്യമാണ്, അല്ലെങ്കിൽ പുതിയ വിത്തിനങ്ങൾ വേണം, ഇങ്ങനെയുള്ള എന്ത് ആവശ്യം വേണമെങ്കിലും അവർക്ക് അവിടെ പറയാം. പഞ്ചായത്തിന് പറ്റുന്ന രീതിയിൽ പഞ്ചായത്ത് അത് ചെയ്തു കൊടുക്കുന്നതാണ്. ഇനി നോക്കാം, ഫൈൻഡ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ ഗ്രാമസഭ. ഗ്രാമസഭ അലൗസ് ദ പീപ്പിൾ ടു ടേക്ക് പാർട്ട് ഇൻ ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അല്ലെ, ഒരു പ്രദേശത്തിന്റെ ഭരണപരവും വികസനപരവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രക്രിയയിലും പങ്കെടുക്കാനായിട്ട് ആര് സഹായിക്കും? ജനങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ജനങ്ങളെ ഗ്രാമസഭ സഹായിക്കും എന്നുള്ളതാണ്. ഇനി നോക്കാം, ഓൾ വോട്ടേഴ്സ് ഇൻ എ ഗ്രാമപഞ്ചായത്ത് വാർഡ് ആർ ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലെയും വോട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വോട്ടർ പട്ടികയിൽ പേരുള്ളവരെല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ അംഗങ്ങളാണ്. അല്ലെങ്കിൽ അർബൻ ഏരിയാസ്, നഗരപ്രദേശങ്ങളിൽ ഗ്രാമസഭ എന്നല്ല പറയപ്പെടുന്നത്, പകരം വാർഡ് സഭ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. വാർഡ് സഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പഞ്ചായത്തിലാണെങ്കിലാണ് അത് ഗ്രാമസഭ, നഗരങ്ങളിൽ അതെന്താണ്? വാർഡ് സഭയാണ്. യെസ്, ദാ നോക്കിക്കേ, നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ആണ്. നമ്മൾ ഇത് വെച്ചൊരു ആക്ടിവിറ്റി ഒക്കെ ക്ലാസ്സിൽ ചെയ്തിരുന്നു. കുറച്ച് പേരോട് ഡിഫറെന്റ് പിക്ചേഴ്സ് ഒക്കെ മിസ് കളക്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. മിടുക്കികളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കളക്ട് ചെയ്ത് വന്നു, നമ്മളത് ക്ലാസ്സിലൊക്കെ കണ്ടതാണ് അല്ലേ? യെസ്, നോക്കാം, എന്താണ് ഈ തന്നിരിക്കുന്നത്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ് അല്ലേ. ക്യാൻ വി ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി? നോക്കിക്കേ, നിയമസഭയിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുമോ? യെസ് ഓർ നോ? നിങ്ങൾ പോവാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ അമ്മയോ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ നേതാക്കന്മാരല്ലാതെ ഒരു സാധാരണക്കാരായ, സാധാരണ ഏതെങ്കിലും ജോലിയിലോ കാര്യങ്ങളിലൊക്കെ ചെയ്ത് ഉള്ള അച്ഛനോ അമ്മയോ ആരെങ്കിലും നേരിട്ട് ഞാൻ നിയമസഭ വരെ പോയിട്ട് വരട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? ഇല്ല. അവിടെ ആർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ? നമ്മൾ തെരഞ്ഞെടുക്കുന്ന നമ്മുടെ പ്രതിനിധികൾ അല്ലെ, നമ്മൾ തെരഞ്ഞെടുക്കുന്ന നമ്മുടെ പ്രതിനിധികൾക്ക് മാത്രമേ അവിടെ പോയി സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ. മോസ്റ്റ്ലി അത് ആരാണ്? MLA-മാരാണ് അല്ലെ. MLA-മാരാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ MLA-യും ലെജിസ്ലേറ്റീവ് നിയമസഭാ മണ്ഡലമൊക്കെ കണ്ടുപിടിച്ചിട്ട് വരാനായിട്ട് പറഞ്ഞിരുന്നു. എത്ര പേര് ചെയ്തു? യെസ്, കുറച്ച് പേരൊക്കെ അന്ന് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇന്ന് തന്നെ വീട്ടിൽ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? അച്ഛനോടും അമ്മയോടും ഒന്ന് ചോദിക്കുക, ഏതാണ് നമ്മുടെ നിയമസഭാ മണ്ഡലം, ആരാണ് നമ്മുടെ MLA, ആരാണ് നമ്മുടെ MP എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പം നമുക്ക് പഠിക്കാം, എന്താണ് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. നോക്കാം, പോസിബിൾ ഇൻ ലെസ് പോപ്പുലേറ്റഡ് കൺട്രീസ് അല്ലെ, ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിലാണ് സാധ്യമാവുന്നത്. ഇൻഡയറക്റ്റോ? ലാർജ് പോപ്പുലേറ്റഡ് കൺട്രീസ്, ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? പോസിബിൾ ആവുന്നത്. അടുത്ത് നോക്കാം, വിത്തൗട്ട് എനി ഇന്റർമീഡിയറ്ററി പീപ്പിൾ ഡിസൈഡ് ഓൾ ദ ഗവൺമെന്റ് റൂൾസ് ആൻഡ് പോളിസീസ് അല്ലേ. ഗവൺമെന്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരു ഇടനിലക്കാരനുമില്ലാതെ ജനങ്ങൾ തന്നെ നിർണ്ണയിക്കുന്നു. നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ഡെമോക്രസി ഒരു ചെറിയ പ്രദേശത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആരും ഇടനിലക്കാരനൊന്നും വേണ്ട, നോ മിഡിൽ മെൻ, നമുക്ക് എന്ത് ചെയ്യാം? നേരെ പോയിട്ട് പറയാം. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ നോ ഡയറക്ട്ലി ഇൻവോൾവ്മെന്റ്, അവിടെ നമുക്ക് നേരിട്ടുള്ള ഒരു പരിപാടിയില്ല. എന്ത് ഡിസൈഡ് ചെയ്താലും ലോസും പോളിസീസും കാര്യങ്ങൾ എന്തായിക്കോട്ടെ എല്ലാം തീരുമാനിക്കുന്നത് ആരാണെന്നാണ് പറയുന്നത്? സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇനി നോക്കാം, പോസിബിൾ ഇൻ കൺട്രീസ് വിത്ത് ലിമിറ്റഡ് ഏരിയ അല്ലെ, കുറഞ്ഞ ഭൂവിസ്തൃതിയുള്ള ചെറിയ രാജ്യങ്ങളിൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. പോസിബിൾ ഇൻ ലാർജ് കൺട്രീസ് അല്ലെ, ഭൂവിസ്തൃതി കൂടിയ രാജ്യങ്ങളിൽ മാത്രമേ അത് പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും വരുന്നത്. നന്നായിട്ടൊന്ന് പഠിച്ചേക്കാം, പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയേടാ, മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. എന്തൊക്കെയാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ അഥവാ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം, ഒന്നാമത്തെ സവിശേഷത, ജനാധിപത്യം എന്താന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ജനങ്ങൾ നേരിട്ട് നമ്മുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അവർ നമുക്ക് വേണ്ടി നമ്മുടേതായ ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം പങ്കുവെച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇൻഡിപെൻഡന്റ് മീഡിയ ദാറ്റ് ഹെൽപ്സ് ടു കണക്ട് ദ പീപ്പിൾ ആൻഡ് ദ ഗവൺമെന്റ് അല്ല, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര മാധ്യമങ്ങൾ. എന്താണ്? ജനങ്ങളെയും ഭരണകൂടത്തെയും, സർക്കാരിനെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആരാണ്? ഡെമോക്രസിയാണ്. ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി അല്ലെ, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്രം, ഇൻഡിപെൻഡന്റ് ആൻഡ് ഇംപാർഷ്യൽ, സ്വതന്ത്രമാണ്. നീതിന്യായ വ്യവസ്ഥ എങ്ങനെയായിരിക്കണം? ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാൻ പാടില്ല അല്ലെ. ഏത് ടോപ്പിലിരിക്കുന്ന ആളായിക്കോട്ടെ,
ഏറ്റവും താഴെ നിൽക്കുന്ന ആളായിക്കോട്ടെ, കുറ്റം ചെയ്തോ ശിക്ഷ എങ്ങനെയായിരിക്കണം? ഒരേപോലെ ആയിരിക്കണം. അടുത്ത് നോക്കാം, ആൻ ഓപ്പോസിഷൻ ഹെൽപ്പിംഗ് ഇംപ്രൂവിംഗ് ആൻഡ് ഗവൺമെന്റ് ത്രൂ ദ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. നമുക്കറിയാം ഏതൊരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാലും ഒരു പാർട്ടിയെ ജയിക്കൂ, മറ്റൊരാൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ തോൽക്കുക തന്നെ ചെയ്യും. ഈ തോൽക്കുന്ന പാർട്ടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒപ്പോസിഷൻ പാർട്ടി എന്ന് വിളിക്കുന്നത് അല്ലേ? ഇവരിങ്ങനെ ഉള്ളതുകൊണ്ടാണ് എന്ത് സംഭവിക്കുക? മറ്റേ നമ്മൾ ജയിച്ച പാർട്ടി ചെയ്യുന്ന എന്തെങ്കിലും കുറ്റങ്ങളോ എന്തെങ്കിലും കുറവൊക്കെ അവർ അവിടേക്ക് എന്തെങ്കിലുമൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒപ്പോസിഷൻ പാർട്ടി തുറന്ന് കാണിച്ച് പറയുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അവർക്ക് അതിലൊരു വികസനം അല്ലെങ്കിൽ അതിലൊരു പോരായ്മ നികത്താനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ എന്താ പറയാ, ഒപ്പോസിഷൻ പാർട്ടി ഉള്ളത് ശരിക്കും ഭരണ പാർട്ടിക്ക് ഒരു ഇംപ്രൂവ്മെന്റിന് സഹായിക്കും. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ലെ, സ്വതന്ത്രവും നീതിപരവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നു. സ്വതന്ത്രവും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അല്ലെ, സ്വതന്ത്രവും നീതിപരവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നു. സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ അല്ലെ, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് എല്ലാ അധികാരവും. പരമമായ അധികാരം ആർക്കാണ്? ജനങ്ങൾക്കാണ്. ദ റൂൾ ഓഫ് ലോ എൻഷുർ ദ ഇക്വാലിറ്റി ബിഫോർ ലോ അല്ലേ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഓൾ ആർ ഈക്വൽ, എല്ലാവരും തുല്യരാണ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം, പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ തിരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ മിസ് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ പിക്ചർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലേ? നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. യെസ്, അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് അഥവാ സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശം. ഞാൻ ചോദിക്കട്ടെ, 18 വയസ്സ് തികയാതെ ഇപ്പം എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കളോടും ചോദിക്കട്ടെ, നിങ്ങൾക്കിപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? ഇല്ല, പറ്റില്ല അല്ലേ? യെസ്, നോ എന്നാണ് നമ്മുടെ ചാറ്റ് ബോക്സിൽ പറയുന്നത്. കാരണം എന്താ? 18 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്ത് അവരുടെ പ്രതിനിധിയായി അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. 18 വയസ്സ് തികയാത്ത ഒരാൾക്ക് പോലും വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. 1989 1989 വരെ എത്രയായിരുന്നു വോട്ട് ചെയ്യാനുള്ള പ്രായപരിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ഇയേഴ്സ്, 21 വർഷമായിരുന്നു. ഇപ്പോൾ ആയപ്പോൾ അത് 18 ഇയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നോക്കാം. ഇലക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് നോക്കാം. യെസ്, നോക്കിക്കേടാ, വാട്ട് ആർ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചോ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഘട്ടങ്ങൾ എഴുതുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നും ആ ഓർഡറിൽ തന്നെ എഴുതണം. ആദ്യം കൊണ്ടുവന്ന് 1ാമത്തെ എഴുതിയിട്ട് പിന്നെ കൊണ്ടുവന്ന് 6ാമത്തെ എഴുതിയിട്ട് കാര്യമില്ല, ആ ഓർഡറിൽ തന്നെ എഴുതണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറിൽ മനസ്സിലാക്കി പഠിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ഷൻ ഓഫീസർ അല്ലെ, തിരഞ്ഞെടുപ്പ് ഓഫീസേഴ്സ് അഥവാ ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ് 1ാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഓഫീസേഴ്സിനെ നിയമിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അഥവാ വിജ്ഞാപനം കൊടുക്കണം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, ഇത്രാം തീയതി ഇങ്ങനെ ഇലക്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക? സബ്മിറ്റ് ചെയ്യുക, സമർപ്പിക്കൽ അല്ലേ. അപ്പോൾ ഈ ഇലക്ഷനിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം? ഈ നോമിനേഷൻ അനുസരിച്ച് അവരുടെ നോമിനേഷൻ അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. അത് കഴിഞ്ഞ് അതിന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിടും. ഇവർ ഈ സബ്മിറ്റ് ചെയ്ത ഈ പത്രിക അഥവാ നോമിനേഷൻ സൂക്ഷ്മമായി സ്ക്രൂട്ടിനി ചെയ്യും. പത്രിക സൂക്ഷ്മമായി പരിശോധിക്കും. അത് കഴിഞ്ഞ് വിഡ്രോവൽ ഓഫ് നോമിനേഷൻ അല്ലേ. അത് കഴിഞ്ഞ് എന്താ ചെയ്യുക? ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും. സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കും. അത് കഴിഞ്ഞ് ഇലക്ഷൻ ക്യാമ്പയിൻ ആണ് അല്ലെ, തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും. പോളിംഗ്, വോട്ടെടുപ്പ് നടത്തും അല്ലെ, തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും. അത് കഴിഞ്ഞ് പോളിംഗ് അഥവാ വോട്ടെടുപ്പ് നടത്തും. പിന്നെ എന്താ സംഭവിക്കുക? വോട്ട് എണ്ണും. അത് കഴിഞ്ഞ് റിസൾട്ട് പറയും അല്ലെ. എന്ത് ചെയ്യും? വോട്ട് എണ്ണും. അത് കഴിഞ്ഞ് റിസൾട്ട് പറയും. എന്താ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വോട്ട് എണ്ണലും അതേപോലെ തന്നെ ഫലപ്രഖ്യാപനം, റിസൾട്ടും പറയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇലക്ഷൻ്റെ വിവിധ ഘട്ടങ്ങൾ വരുന്നത്. ഒന്നുകൂടി എൻ്റെ ഒപ്പം ഒന്ന് വായിക്കാം. അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ് അല്ലെ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. സബ്മിഷൻ ഓഫ് നോമിനേഷൻ അല്ലെ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാണ്. സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, പത്രിക സൂക്ഷ്മമായി പരിശോധിക്കണം. വിഡ്രോവൽ ഓഫ് നോമിനേഷൻ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലാണ്. അത് കഴിഞ്ഞ് ഇലക്ഷൻ ക്യാമ്പയിൻസ് അല്ലെ, തിരഞ്ഞെടുപ്പ് പ്രചരണം കാര്യങ്ങളൊക്കെ നടത്തും. അത് കഴിഞ്ഞ് പോളിംഗ് അഥവാ വോട്ടെടുപ്പ്, അവസാനമായിട്ടാണ് വോട്ട് എണ്ണുന്നതും. അത് കഴിഞ്ഞ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ടും വരുന്നതും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? യെസ്.
അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് എലക്ഷൻസ് ആണ്. എലക്ഷൻ്റെ ഫങ്ഷൻസ് അഥവാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾ ആർ റെപ്രസെൻറ്റഡ്, എല്ലാവരെയും ഇലക്ഷനിൽ പങ്കെടുപ്പിക്കണം അല്ലേ, എല്ലാവരെയും ഇലക്ഷനിൽ പങ്കെടുപ്പിക്കണം. ആൻഡ് ഗവൺമെന്റ്സ് ആർ ഫോംഡ്, ഗവൺമെന്റിനെ രൂപീകരിക്കണം. അതേപോലെ തന്നെ റൂളേഴ്സ് ആർ മോൾഡഡ്, അതെന്താണ്, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കണം. ദെൻ സ്ട്രെങ്തൻസ് ദ ഡെമോക്രസി, ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണം. എഡ്യൂക്കേറ്റ് ദ വോട്ടേഴ്സ്, വോട്ടേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ബോധവൽക്കരിക്കണം. ഇങ്ങനെയൊക്കെ രീതിയിലാണ് വോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൂടുതൽ ബോധവൽക്കരിക്കണം. ഇതെല്ലാം ഇലക്ഷന്റെ ഫങ്ഷൻസ് ആണ്. എന്താണ്, ഇതെല്ലാം ഇലക്ഷന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് പറയുന്നുണ്ട് ഡെമോക്രസി ഇൻ സ്കൂൾ, ജനാധിപത്യം നിങ്ങളോട് സ്കൂളിൽ എങ്ങനെയാണ് ഡെമോക്രസി വഴി ഒരു ഇലക്ഷനൊക്കെ കണ്ടക്ട് ചെയ്യാനും, നിങ്ങൾക്ക് സ്കൂളിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത് നിങ്ങളുടെ ആശയങ്ങളും സന്ദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അവിടെ ഇലക്ഷനിൽ പങ്കെടുക്കാനും വോട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളൊക്കെ തരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഒന്നുകൂടി ഉറപ്പുവരുത്താനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഏറ്റവും ആദ്യം പഠിക്കാനുള്ളത് ഡെമോക്രസി എന്താണ്, ഡെമോക്രസി അഥവാ ജനാധിപത്യത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു അല്ലേ. ഡയറക്റ്റ് ഡെമോക്രസി അതേപോലെ തന്നെ വരുന്നതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അല്ലെ. ഡയറക്റ്റ് ഡെമോക്രസിയും അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ഡെമോക്രസിയും വരുന്നുണ്ട്. ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യുക, നമ്മളിതാ 2 ടേബിൾ പോലെ കമ്പയർ ചെയ്ത് പഠിച്ചു, അത് പ്രധാനപ്പെട്ടതാണ്, അത് തന്നെ പഠിക്കുക. അതാ കണ്ടോ, ഇത് പഠിക്കുക കേട്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും പ്രധാനപ്പെട്ടതാണ്, ഇങ്ങനെ തന്നെ പഠിക്കുക. അത് കഴിഞ്ഞ് ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എലക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ അതിലും പ്രധാനപ്പെട്ടതാണ്. ഇത്രയും കാര്യങ്ങൾ വിട്ടു പോകരുത്, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ബൈ ബൈ.